മറുപടിയിൽ ജിന്നിനനുസൃതമായ ശക്തിയാണ് പ്രവൃത്തിക്ക് ആധാരമായി പറഞ്ഞിട്ടുള്ളത്. അഭൗതികതയുടെ പ്രശ്നമില്ല. ചോദ്യങ്ങൾ മറുപടികൾ KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇത് പുറത്തിറങ്ങിയത് 992 അപ്പം അന്നേ നമ്മളത് എഴുതിയിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. അതുകൊണ്ട് ഇല്ലാത്ത തർക്കം ഉണ്ടാക്കിയിട്ട് വെറുതെ നമ്മൾ വസ്വാസം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ ഈ ദഈഫായ ഹദീസ് നല്ല തത്വം ഉണ്ടാക്കിയത്. തത്വം ഇവിടെ ആദ്യമേ ഉണ്ട്. ഈ ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ ഈ തത്വപ്രകാരമാണ് എന്ന് പറഞ്ഞതാണ്. പക്ഷെ സ്വഹീഹ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ തത്വം പ്രയോഗിക്കേണ്ട ആവശ്യവുമില്ല. അപ്പം തത്വം ഉണ്ടായത് ഹദീസ് എന്നല്ല, തത്വം ഉള്ള തത്വം ഹദീസിലേക്ക് പ്രയോഗിച്ചതാണ് എന്നർത്ഥം. മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ എൻ്റെ പേര് ഷെരീഫ് കരുവാരക്കുണ്ട്. ഈ സഹായതേട്ടം ഷിർക്കാണ് എന്ന് നമ്മൾ പറയുമ്പോൾ സുന്നി പണ്ഡിതന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഡോക്ടറോട് മരുന്ന് ചോദിക്കണില്ലേ, അങ്ങനെയുള്ള സഹായങ്ങൾ ചോദിക്കണില്ലേ. അപ്പോൾ നമ്മൾ പറയണത് അത് ഷിർക്കല്ല. അതിന് കാരണം എന്താണ്? അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടം അല്ല, അതുകൊണ്ട് അത് ജായിസാണ്, ഷിർക്കല്ല. അവിടെ നമ്മൾ ഷിർക്കല്ല എന്ന് മാത്രമല്ല പറയണത്, അത് ജായിസാണ് എന്നുകൂടെ പറയുന്നുണ്ട്. അതേസമയം വിജന പ്രദേശത്ത് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞാൽ ഷിർക്കാണ് എന്ന് പറയുന്ന ആളുകളോട് ഇപ്പൊ മറുപടി പറയുമ്പോൾ പറയണത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായം തേട്ടം അല്ലാത്തത് കൊണ്ട് അത് പ്രാർത്ഥന അല്ല, അതുകൊണ്ട് ഷിർക്കും അല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ സഹായം തേട്ടവും മറ്റേതുപോലെ ഡോക്ടറോട് സഹായം തേടുന്നത് പോലെ ജായിസാണ് എന്നല്ലേ പറയേണ്ടത്? അത് ഹറാം ആയതെങ്ങനെ? വസീലത്തു ഷിർക്ക് ആയതെങ്ങനെ? ഹറാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോ റസൂലോ അരുത് എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാണ്? സാധാരണ ഒരു മനുഷ്യനോട് മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഷിർക്കല്ല എന്ന് പറയുന്നു, ഒപ്പം അനുവദനീയമാണെന്നും പറയുന്നു. എന്നാൽ ജിന്നുകളോ മലക്കുകളോ അല്ലാത്ത പടപ്പുകളോ ഏതോ ആവട്ടെ, ആ ജിന്ന് മലക്കടക്കമുള്ള സൃഷ്ടികൾ അല്ലെങ്കിൽ ജിന്നുകൾ അവരെ കഴിവിൽപ്പെട്ട കാര്യകാരണ ബന്ധത്തിന് ഉള്ളിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ അത് പ്രാർത്ഥന എന്ന് പറയാവതല്ല എന്ന് പറയുമ്പോൾ ഷിർക്കല്ലെങ്കിൽ ജായിസ് എന്ന് പറയണ്ടേ എന്നതാണ് ചോദ്യം. അതിപ്പോൾ വ്യാപകമായി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുമാണ്. യഥാർത്ഥത്തിൽ ഷിർക്കല്ലാത്ത ഏത് കാര്യവും ജായിസാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഷിർക്കല്ലാത്ത ഏത് കാര്യം അനുവദനീയം പറയാൻ പറ്റില്ലല്ലോ. അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളുണ്ട്. മനുഷ്യന്മാർ പരസ്പരമുള്ള സഹായം ആവശ്യപ്പെടലുകൾ അത് അനുവദിച്ചപ്പോഴും അവിടെയും അല്ലാഹു തആല ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. മനുഷ്യന്മാരോട് ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിലുള്ള ഏത് കാര്യവും എങ്ങനെയും എപ്പോഴും ചോദിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും മാനദണ്ഡമുണ്ട്. അതിൽപ്പെട്ട ഒരു മാനദണ്ഡമാണ് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇസ്മിനും ഉദ്വാനിനും, കുറ്റത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. അപ്പൊ അത് പാടില്ല എന്ന് വന്നു, അത് പാടില്ല എന്ന് വന്നു, അല്ലാത്തതേ പാടുള്ളൂ. എന്നാൽ ജിന്നിന്റെ വിഷയമാകുമ്പോൾ അവരുമായുള്ള ഒരു ബന്ധവും പാടില്ല എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തി. എന്തുകൊണ്ട്? പല കാരണങ്ങളാൽ പ്രമാണങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ഒന്നാമതായി, ജിന്നുകളിൽപ്പെട്ട പിശാചുക്കൾ അവരാണ് സാധാരണ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ വരിക. അവരുടെ ലക്ഷ്യമാകട്ടെ നമ്മെ ശിർക്കിലേക്ക് നയിക്കുക എന്നതാണ്. അതുവഴി നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കലും. അതുകൊണ്ട് അവരുമായുള്ള ഏതു ബന്ധവും നമ്മെ ശിർക്കിലേക്ക് നയിക്കാനുള്ള പഴുതായി അവർ ഉപയോഗപ്പെടുത്തും. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മെ ശിർക്കിലെത്തിക്കും. അതുകൊണ്ട് ശിർക്കിലേക്ക് എത്തിക്കാനൊരു മാർഗം അവിടെ ഉണ്ട് എന്നതിനാൽ അവരുമായുള്ള ഒരു ബന്ധവും അനുവദനീയമല്ല എന്ന് പഠിപ്പിച്ചു. അതാണ് വസിയത്തു ഷിർക്ക്, ഷിർക്കിലേക്കുള്ള വഴി. ഏതൊരു കാര്യവും ഷിർക്കിലേക്ക് വഴിവെക്കുമെങ്കിൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണത്. ഏത് കാര്യവും, ഈ ഇസ്ലാം അനുവദിച്ച കാര്യം പോലും ഒരാളുടെ വിഷയത്തിൽ ഷിർക്കിലേക്ക് എത്തിക്കാൻ വഴിയുണ്ടെങ്കിൽ അയാളെ ചെയ്യാൻ പാടില്ല, അയാൾക്കത് ഹറാമാണ്. അപ്പൊ ഷിർക്കിലേക്കുള്ള വഴികൾ, വസിയത്തു ഷിർക്ക് എല്ലാം ഹറാമാണ്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ ഷിർക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, അതിനാൽ ഹറാം. രണ്ടാമത്, നാം നേരത്തെ സൂചിപ്പിച്ച ആ ആയത്ത് സൂറത്തുൽ അൻആമിലെ വചനം, റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ വബലഗനാ അജലന അല്ലദീ അജ്ജൽത ലനാ ഖാലന്നാറു മസ്വാകും ഖാലിദീന ഫീഹാ എന്ന് തുടങ്ങുന്ന ആയത്ത്. പരലോകത്ത് വെച്ച് മനുഷ്യരും അവർ ആരാധിച്ച ജിന്നുകളും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്ന വാക്ക്
ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആനന്ദം കണ്ടെത്തി. ആ ആനന്ദം കണ്ടെത്തുക എന്ന വിഷയം ഈ സഹായം ആവശ്യപ്പെടുന്നിടത്തും കടന്നു വരുന്നു. ആ ആനന്ദം കണ്ടെത്തലെല്ലാം നിഷിദ്ധം തന്നെ, ഹറാം തന്നെ എന്ന് പ്രമാണം കൊണ്ട് കിട്ടി. അതുകൊണ്ടും ഇത് ഹറാം. മൂന്നാമത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ജിന്നുകൾ ഉണ്ട്. അവർ പലരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അഥവാ നബിയുടെ സ്വഹാബിമാരായി മാറിയിട്ടുണ്ട്. നബിക്കും സ്വഹാബത്തിനും ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ജിന്നിനോട്, അത് മുസ്ലിമായ സ്വഹാബിയായ ജിന്നുണ്ടായിട്ട് ആ ജിന്നിനോട് പോലും എന്നെ ഒന്ന് സഹായിക്കാമോ, ഈ വിഷയത്തിൽ നിന്ന് ഇടപെടാമോ, നിങ്ങളും ഒന്ന് കൂടെ വരാമോ എന്നൊരു ചോദ്യം പോലും അല്ലാഹു റസൂൽ ചോദിച്ചിട്ടില്ല, സ്വഹാബത്തും ചോദിച്ചിട്ടില്ല. അത് ജായിസായ കാര്യമായിരുന്നുവെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരുപാട് അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടായ സമയത്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നു. അത്യാവശ്യ ഘട്ടമുണ്ടായിട്ടും ചെയ്തില്ലെങ്കിൽ അത് കേവലം ജായിസല്ല, അതിനപ്പുറം മതപരമായ തടസ്സം അതിനുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടും അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. ഈ മൂന്ന് കാര്യങ്ങളാൽ ജിന്നുകളുമായുള്ള ഒരിടപാടും പാടില്ല. കാരണം അവർ നമ്മെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. ഏതുപോലെ നമ്മളുടെ ഒരു ഉദാഹരണം എടുക്കുക. നമ്മെ നശിപ്പിക്കാനും കൊല ചെയ്യുവാനുമായി സദാസമയം തക്കം പാത്ത് നടക്കുന്ന നമ്മുടെ ശത്രു, നമുക്കും അറിയാം അയാൾ എന്നെ നശിപ്പിക്കാറുകയാണ്. നമ്മൾ അങ്ങാടി ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇയാളെ കണ്ടു, ഇയാൾ സലാം ചൊല്ലി കയ്യൊക്കെ പിടിച്ച് വന്നിട്ട് പറഞ്ഞു, വരി എൻ്റെ വക ചായ കുടിക്കുക. നമ്മളെന്താ പറയാ, നിങ്ങളെ ചായയും വേണ്ട, ഒന്നും വേണ്ട. നമുക്കറിയാം ഓനെ ഈ ചായ വാങ്ങിത്തന്നെ നമ്മോട് സ്നേഹം കൊണ്ടല്ല, അതിൽ വേറെ എന്തോ ഒരു ദുരുദ്ദേശം അവനുണ്ട്. അതുകൊണ്ട് ഓനുമായി ഒരു ബന്ധവും, ഞങ്ങളെ സലാമും എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, വിട്ടോളി എന്ന് പറയും. ഇതിനേക്കാൾ അപ്പുറത്ത് സദാസമയം നമ്മെ നശിപ്പിക്കുവാനും ശിർക്ക് ചെയ്യിക്കുവാനും നരകത്തിലേക്ക് എത്തിക്കുവാനും തക്കം പാർത്ത് കഴിയുന്ന ഒരു ശത്രു, ആ ശത്രുവിനോട് യാതൊരു ബന്ധവുമില്ല. ഒരു ചെറിയ ബന്ധം നമ്മൾ പുലർത്തിയാൽ ആ ഒരു ബന്ധത്തെ ഉപയോഗപ്പെടുത്തി അവൻ നമ്മെ ശിർക്കിലേക്ക് നയിക്കും. അതുകൊണ്ട് ഒരു ബന്ധവുമില്ല, എല്ലാം നിഷിദ്ധം തന്നെ എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഉസ്മാൻ, എടത്തനാട്ടുകര സ്വദേശി. മൗലവി പറയുകയുണ്ടായി, നാസർ സുല്ലമി മടവൂർ ചാരനും മടവൂരിൻ്റെ ആശയങ്ങൾ KNM-ലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന്. യഥാർത്ഥ മുജാഹിദുകൾ മുജാഹിദിനെ സ്നേഹിക്കുന്നവരാണ്. അവർ യഥാർത്ഥം കണ്ടെത്താൻ വേണ്ടി വരുന്നവരാണ്. നാളെ നാസർ സുല്ലമിയുടെ ഒരു പരിപാടി ഇവിടെ വെക്കുമ്പോൾ അയാൾ പറയുന്നു, ഈ അടുത്ത കാലത്തായി സുന്നികളിൽ നിന്ന് വന്ന ഒരുപാട് പണ്ഡിതന്മാർ ആ ആശയങ്ങളെ മുജാഹിദിലേക്ക് കൊണ്ടുവന്നു. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇപ്പോൾ പറ്റിയ സംഭവം. ഇതെന്താണ് ഇതിന്റെ നിജസ്ഥിതി? ആരോപണം ആർക്കും ആരെക്കുറിച്ചും ഉന്നയിക്കാം, പക്ഷെ അത് പ്രാമാണികമായി തെളിവിന്റെ സ്ഥാനത്തിൽ തെളിയിക്കപ്പെടണം. നാസർ സുല്ലമി മടവൂരിന്റെ ചാരനാണ് എന്നും ഇത് പൊളിക്കാൻ വന്നതാണ് എന്നും പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് എന്ന് ഞാൻ തെളിയിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം അപ്പുറത്ത് നിന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിച്ചത് എന്താ, ഈ വിഷയത്തിൽ, യാ ഇബാദല്ലാഹ് വിഷയത്തിൽ ഇത് ശിർക്ക് തന്നെ എന്ന് അയാൾ പ്രസംഗിച്ചു. എന്നിട്ട് അയാൾ ഇങ്ങോട്ട് വന്നു, ഇവിടുത്തെ സ്റ്റേജിലും അത് തന്നെ പ്രസംഗിക്കുന്നു. ഇയാൾ അന്ന് ശിർക്കാണ് എന്ന് മടവൂരി പാളയത്തിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ KNM-ന്റെ ഉത്തരവാദപ്പെട്ട പ്രബോധകന്മാരായ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇയാൾ ആ ആശയം ശരിയല്ല എന്ന ആ മനുഷ്യൻ കളം മാറി ഇങ്ങോട്ട് മാറിച്ചവിട്ടിട്ട് ഇവിടുത്തെ വേദി കയറി പറയുന്നു ഇത് ശിർക്ക് തന്നെ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഞാൻ സുന്നീന്ന് വന്നു, ഇവിടെ വന്നിട്ട് ജാറം കെട്ടാൻ പറ്റും, ജാറത്ത് പോയി തേടാൻ പറ്റും എന്ന് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സംശയിക്കണം, അല്ല ഉറപ്പിക്കണം, ഇയാൾ സുന്നി ചാരൻ തന്നെ. അതേസമയം ഇവിടെ കയറിയിട്ട് ഞാൻ പറയുന്നു ഇസ്തിഗാസ പാടില്ല, ശിർക്ക് തന്നെ, ജാറം കെട്ടിപ്പൊക്കാൻ പാടില്ല, ഹറാമ് തന്നെ, ശിർക്കിലേക്കുള്ള വഴി തന്നെ, അതൊക്കെ അനിസ്ലാമികമാണ് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കാം? ഇയാൾ സംഗതി മനസ്സിലാക്കി വന്നവനാണ് എന്നതുപോലെ 2009 അവസാനത്തിൽ ഇയാൾ വരുന്നതിന് മുമ്പ് ഇയാൾ പ്രസംഗിച്ച വിഷയം അത് മാറ്റിയിട്ട് അതുവരെയും KNM പറഞ്ഞ വിഷയം അയാൾ പറയാൻ തയ്യാറായാൽ അയാൾ ചാരനല്ല എന്ന് മനസ്സിലാക്കാം. മടവൂരിൽ നിന്ന് മറ്റു പലരും വന്നിട്ടുണ്ടല്ലോ, ഓലെ പറ്റിയൊന്നും നമ്മൾ ചാരൻ എന്ന് പറയുന്നില്ല. മടവൂരി വേദിയിൽ പ്രസംഗിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന പല പ്രവർത്തകന്മാരും പല പ്രഭാഷകന്മാരും പല കാലങ്ങളിലായി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്.
അവരെ കുറിച്ചൊന്നും അവർ ചാരന്മാരാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട്? അവർ അപ്പുറത്ത് എന്താണോ പറഞ്ഞത്, എന്താണോ പ്രചരിപ്പിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അത് ശരിയല്ല തുറന്നു പറഞ്ഞിട്ടാ ഇവിടെ കയറിയത്. ഇത് ഇങ്ങോട്ട് കയറുകയും അവിടെ പ്രസംഗിച്ച ആശയം അതേ രൂപത്തിൽ ഇവിടെ പ്രസംഗിക്കുകയും ചെയ്യുന്നു. അതായത് ചോദിച്ച ആ സഹോദരൻ പറഞ്ഞല്ലോ, ഇന്നലെ പോലും അയാളുടെ പ്രസംഗത്തിന് കേട്ടു, അതുകൊണ്ടാണ് പറഞ്ഞത് ഇയാൾ ചാരനാണ്. അല്ല, വെറുതെ ഒരു ആരോപണം ഇട്ട് പോയതാണെങ്കിൽ നിങ്ങളുടെ ചോദ്യം പ്രസക്തമാണ്. ഇത് കൃത്യമായി അയാളുടെ തന്നെ സംസാരം എടുത്തു പറഞ്ഞുകൊണ്ട് പറയുന്നു. ഇത് ഇയാൾക്ക് മറ്റു താല്പര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമില്ല എന്നതാണ് അതിലുള്ള വിശദീകരണം. ഇതുപോലെ നാളെ അവരുടെ പരിപാടി അയാൾ നല്ല സമർത്ഥതയോടെ അയാൾ തെളിയിച്ചാൽ ഈ സുന്നി വിഷയം, ഈ സുന്നികൾ വെച്ച വിഷയം, ഈ ജിന്ന് വിഷയം അതിനുശേഷമാണ് ഇതിൽ വന്നത് എന്ന നല്ല സമർത്ഥതയോടെ തെളിയിച്ചാൽ അതും എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? ജിന്ന് വിഷയത്തിലോ അല്ലാത്ത വിഷയത്തിലോ സുന്നികൾ എന്തു പറഞ്ഞോ അത് ഞങ്ങളൊക്കെ പറയുന്നുവെങ്കിൽ തീർച്ചയായും ഉറപ്പിക്കണം ഞങ്ങൾ സുന്നിചാരന്മാരാണ് എന്ന്. സുന്നികൾ എന്തു പറഞ്ഞോ അത് ഞങ്ങളും പറയുന്നുവെങ്കിൽ ഞങ്ങളും ചാരന്മാർ തന്നെ എന്ന് ഉറപ്പിക്കാൻ ഒരു മടിയും ആവശ്യമില്ല. അതേസമയം ഈ വിഷയം ഇവിടെ വന്നത് സുന്നിന് പതിനും വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞാലോ നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. അല്ല, അവർ വരുന്നതിന് മുമ്പേ ഉണ്ട്. എവിടെ ഉണ്ട്? അത് ഞാൻ വായിച്ചു 92 AP അബ്ദുൽ ഖാദർ മൗലവി എഴുതിയ ഈ മറുപടികൾ. അതെന്തു പറഞ്ഞു? ഇവിടെ അഭൗതികത പ്രശ്നമില്ല. അവൻ AP പണ്ട് സുന്നിന് വന്നതാണല്ലോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതി ഞാൻ പറഞ്ഞ പുസ്തകങ്ങളിൽ അദ്ദേഹം നിരീശ്വരവാദിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്ന ആളാണല്ലോ, അതുകൊണ്ട് ആ നിരീശ്വരത്വം ഇവിടെ പ്രചരിപ്പിച്ചതാണ് എന്നാരെങ്കിലും പറയുമോ? ഇല്ല. ചെറിയ മുണ്ടത്തിന്റെ പ്രാർത്ഥനാ തൗഹീദ് എന്ന പുസ്തകത്തിൽ പറഞ്ഞു അദ്ദേഹം സുന്നിന്ന് വന്ന ആളേ അല്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ വന്നതിന് ശേഷം കുഴപ്പമുണ്ടായത് എന്ന് പറയാൻ പറ്റൂലല്ലോ. മാത്രവുമല്ല, ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ കാര്യകാരണ ബന്ധവും ഈ ഭൗതിക അഭൗതികം എന്ന പദപ്രയോഗം പ്രയോഗിക്കാത്ത ഒരൊറ്റ പുസ്തകവും തൗഹീദുമായി ബന്ധപ്പെട്ട് നാം കാണുന്നില്ല. വക്കം മൗലവി മുതൽ കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവി മുതൽ ഉമർ മൗലവി മുതൽ KM മൗലവി മുതൽ അതേപോലെ സയ്യിദ് മൗലവി മുതൽ ഇങ്ങോട്ട് AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള KM പന്നൂർ അടക്കമുള്ള അബ്ദുൽ ഖാദർ കരുമ്പൂർ അടക്കമുള്ള സകല എഴുത്തുകാരും തൗഹീദുമായി ബന്ധപ്പെട്ട് ലേഖനം എഴുതിയവർ, പുസ്തകം എഴുതിയവർ, പ്രസംഗിച്ചവർ, അവരെല്ലാവരും അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞു പോകുന്നത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം സഹായിക്കാൻ റബ്ബിനെ കഴിയൂ. സുന്നി നിൽക്കുന്ന കാലത്ത് ഞങ്ങൾ വിശ്വസിച്ചത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം സഹായിക്കാൻ മുഹീദ്ദീൻ ശൈഖിന് കഴിയും, റിഫായ് ശൈഖിന് കഴിയും, ഔലിയാക്കൾക്ക് കഴിയും, അമ്പിയാക്ക് കഴിയും എന്ന് ഞങ്ങൾ അന്ന് വിശ്വസിച്ചു. കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇവിടുന്ന് പറഞ്ഞു അവർക്കാർക്കും സഹായിക്കാൻ കഴിയില്ല അഭൗതികമായിട്ട്, അവരാരും ഇടപെടില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട്, അത് ഞങ്ങളൊക്കെ വന്നപ്പോണ്ടായതാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകം നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട്, ഇതിന് 5-ാമത്തെ പേജിൽ പറഞ്ഞു കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എങ്ങനെ? കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുന്ന ഒരേ ഒരു ശക്തി പ്രപഞ്ചാതീതനായ ജഗന്നിയന്താവ് മാത്രമാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യകാരണങ്ങൾക്ക് അപ്പുറമുള്ള ഉപകാരങ്ങൾ തേടിയും ഉപദ്രവങ്ങൾ തടയാൻ ആവശ്യപ്പെട്ടും മനുഷ്യർ നടത്തുന്ന സഹായാഭ്യർത്ഥനകൾക്കാണല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടായതല്ല, ഞങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ആശയം, ഞങ്ങൾ കുറെ കാലം മനസ്സിലാക്കാതെ പോയ ആശയം, പിന്നെ അത് ബോധ്യമായി ഇങ്ങോട്ട് വന്നു. ഏകദേശം 12 കൊല്ലമായി ഞാനൊക്കെ ഇത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചാരന്മാരാന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അംഗീകരിക്കണം. ആരോപണമോ ആർക്കും പറയാമല്ലോ. എന്നാൽ അബ്ദുൽ നാസർ സുല്ലമി KKPയുടെ പിൻഗാമിയാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതേ രൂപത്തിൽ അതിനെ പറ്റി പറയുന്നുണ്ടോ നിങ്ങൾ ചോദിച്ചോളൂ, അപ്പം നമുക്ക് വിശ്വസിക്കാം. അല്ല, ആരോപണം ആർക്കും പറയാം, അത് നമുക്ക് നിവൃത്തിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ വിഷയം തൊട്ട് ഒരുപാട് ഹദീസുകളുടെ വിഷയത്തിലാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഈ നല്ല ഹദീസ് ഏത്, സഹീഹ് ഹദീസ് ഏത്, അല്ലാത്തത് ഏത്,
എന്ന് ഈ പണ്ഡിതന്മാർ ഏകോപിച്ച് ഒരു ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൂടാൻ? ഹദീസുകൾ ലക്ഷക്കണക്കിന് ലോകത്തുണ്ട്. ഈ ഹദീസുകളിൽ നിർമ്മിതമായതുണ്ട്, മൗദൂ ആയത്, ലഈഫായതുണ്ട്, ദുർബലമായത്. അത് രണ്ടും നമുക്ക് സ്വീകാര്യമല്ല. സ്വഹീഹായ ഹദീസുകളാണ് സ്വീകരിക്കേണ്ടത്. ആ സ്വഹീഹ് ഹദീസുകൾ ഏത് എന്ന് വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ നാം പലപ്പോഴായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ രണ്ട് ഹദീസുകളിൽ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ മുഴുവൻ സ്വഹീഹായത് തന്നെയാണ് എന്ന കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഐക്യകണ്ഠേന പ്രഖ്യാപിച്ചതാണ്. അതിൽപ്പെട്ട ഹദീസുകളെയും ഞാൻ ലഈഫാക്കി എന്ന് അബ്ദുസ്സലാം സ്വലമി പറഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോൾ അവിടെയാണ് കുഴപ്പം. പിന്നെ അല്ലാത്ത ഗ്രന്ഥങ്ങൾ, അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ അടക്കമുള്ള മറ്റു ഗ്രന്ഥങ്ങൾ, ഇതിൽ സ്വഹീഹ് ഏത് ദഈഫ് ഏതെന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്തുണ്ട്. ആ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന, അവലംബിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാനും കഴിയും. സാധാരണക്കാർക്ക് ലക്ഷക്കണക്കിന് ഹദീസുകൾ സ്വഹീഹും ലഈഫും വേർതിരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക അവർക്ക് ഒരു ഗ്രന്ഥമായി കിട്ടേണ്ടതിന് ആവശ്യമില്ല. അതേസമയം ഒരു ഹദീസ് പ്രയോഗിക്കുമ്പോൾ ഏത് സാധാരണക്കാർക്കും വിശ്വാസമുള്ള ഏത് പണ്ഡിതന്മാരും ചോദിക്കാം, ഇങ്ങനെ ഹദീസുണ്ടോ ഇല്ലേ. അത് ഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന ആളുകൾ പരിശോധിച്ച് പറഞ്ഞു തരും, ഇത് സ്വഹീഹാണ്, ഇത് സ്വഹീഹല്ല. സ്വഹീഹ് എല്ലാം എന്തുകൊണ്ട് കാര്യകാല സഹിതം വിശദീകരിച്ചു തരും. സ്വഹീഹ് ആണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതും കൃത്യമായി പഠിപ്പിച്ചു തരും. അല്ലെങ്കിൽ ലോകത്തിലെ ലക്ഷക്കണക്കിന് ഹദീസ് എല്ലാം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് എല്ലാവർക്കും കിട്ടാവുന്ന രൂപത്തിൽ കൊടുത്താൽ നല്ല കാര്യം തന്നെയാണ്, വേണ്ട എന്നല്ല. പക്ഷെ ഒരു വലിയ പരിശ്രമം ആ രംഗത്ത് ആവശ്യമുണ്ട്. അങ്ങനെ സാധാരണക്കാർക്ക് എല്ലാ ഹദീസുകളും സ്ഥിരമായി അങ്ങനെ പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമല്ലല്ലോ ഉള്ളത്. അത് പഠിക്കേണ്ടവർക്ക് അത് അറബി ലഭ്യമാണ് താനും. അവരത് പഠിക്കുന്നുമുണ്ട്, ഉപയോഗിക്കുന്നുമുണ്ട്, കൃത്യമായി വിശദീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആ രംഗത്ത് ഒരു അവ്യക്തത ഏതായാലും നിലനിൽക്കുന്നില്ല എന്നതാണ് വസ്തുത. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനീസ്, പാലക്കാട്. 2012 മുൻപ് ഈ വിവാദമായ ഹദീസിന് മടവൂരികൾക്കും സുന്നികൾക്കും അനസ് മൗലവി, അനീഫ കായക്കൂടിയും അബ്ദുറഹ്മാൻ സലഫിയും മറുപടി കൊടുത്തത് ഇതിൽ സഹായതേട്ടം ഇല്ല എന്നും ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശിർക്കില്ല എന്നും അബോധികവുമല്ല എന്നും ഈ എല്ലാ വേദികളിലും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2012 ശേഷം ഈ ഹദീസിൽ സഹായതേട്ടമാണ്, ഷിർക്കുണ്ട്, ഇത് അബോധികമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ മാറ്റി പറയാൻ അവർക്ക് എന്ത് പ്രചോദനമാണ് ഉണ്ടായത്? പ്രമാണമാണോ അല്ല വല്ല ഭൗതിക നേട്ടമാണോ? യഥാർത്ഥത്തിൽ ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, മാറ്റിപ്പറഞ്ഞ ആളുകളാണ് ചോദിക്കേണ്ടത്. പക്ഷെ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് മാറ്റി എന്നുള്ളത്. കാരണം മുസ്ലിം ലോകത്ത് ഈ ഹദീസ് ആദ്യമായി അഭൗതികമായ തേട്ടത്തിന് തെളിവായി കൊണ്ടുവന്നത് സൂഫികളാണ്. അഭൗതികമായ തേട്ടത്തിന് ഈ ഹദീസിനെ തെളിവാക്കിയത് സൂഫികൾ. ആ സൂഫികൾ ഈ വിളി അഭൗതികമാണെന്നും എന്നാലും ഇത് ശിർക്കല്ലെന്നും അതുകൊണ്ട് അഭൗതിക വിളി അംഗീകരിക്കപ്പെട്ടതാണെന്നും അവർ വാദിച്ചപ്പോൾ സലഫി ലോകത്തെ പണ്ഡിതന്മാർ ഒന്നടങ്കം മറുപടി കൊടുത്തു, ഇത് അഭൗതികമല്ല, അഭൗതിക വിളിക്ക് നിങ്ങൾക്ക് തെളിവുമല്ല. എന്ന പോലെ ഷിയാക്കൾ തെളിവാക്കിയിട്ടുണ്ട് അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്നിവരെ വിളിച്ചു തേടാൻ. അവർക്കും സലഫി പണ്ഡിതന്മാർ മറുപടി നൽകി ലോകവ്യാപകമായി തന്നെ, ഇത് നിങ്ങൾക്ക് അവരെ വിളിക്കാൻ തെളിവല്ല, അവരോടുള്ള വിളി അഭൗതികമാണ്, അഭൗതിക വിളി ശിർക്കാണ്, ഈ ഹദീസിൽ അഭൗതിക വിളി ഇല്ല, അതുകൊണ്ട് അഭൗതിക വിളിക്ക് ഇത് തെളിവാക്കാവതല്ല. നമ്മുടെ നാട്ടിൽ രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയത് ആദ്യം 1970-കളിൽ പയ്യോളിയിൽ ഒരു മുസ്ലിയാരുടെ പ്രസംഗമാണ്. അതിന് മുമ്പേ അവർ തെളിവാക്കലുണ്ടായിരിക്കാം, നമ്മുടെ മുമ്പിൽ രേഖയില്ല. പയ്യോളിൽ ഒരു മുസ്ലിയാർ പ്രസംഗിച്ചു, ഇത് അഭൗതിക വിളിക്ക് തെളിവാണ്, ഇസ്തിഗാസക്ക് തെളിവാണ്. അത് പയ്യോളിയിലെ മുജാഹിദ് പ്രവർത്തകന്മാർ സൽസബീലിലേക്ക് ചോദ്യമായി അയച്ചു. ബഹുമാനായ ഉമർ മൗലവി സൽസബീലിൽ എഴുതി, ഇതിന് മറുപടി പറയാൻ ഒരു ചെറിയ കുട്ടി മതി മുജാഹിദ് പ്രസ്ഥാനത്തിലെ. അതുകൊണ്ട് പുളിക്കൽ കോളേജിൽ പഠിക്കുന്ന അബ്ദുറഹ്മാൻ പാലത്ത് എന്ന വിദ്യാർത്ഥിയെ ഞാനിത് ഏൽപ്പിക്കുന്നു. അദ്ദേഹം എഴുതുന്ന മറുപടിയാണ് സൽസബീലിൻ്റെയും മറുപടി. അങ്ങനെ മറുപടി കൊടുത്തപ്പോഴും പറഞ്ഞു, ഇത് സ്വഹീഹല്ല, സ്വഹീഹ് ആണെങ്കിൽ തന്നെ അഭൗതികമായ വിളിക്ക്, തർക്കത്തിലുള്ള ഇസ്തിഗാസക്ക് ഇത് തെളിവല്ല. 80-കളിൽ മറ്റൊരു മുസ്ലിം പ്രസംഗിച്ചു ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട്. ആ പ്രസംഗം ചോദ്യമായി ഷബാബിലേക്ക് വന്നു. അന്ന് ഷബാബിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി മറുപടി എഴുതി, സ്വഹീഹല്ല,
സ്വഹീഹാണെങ്കിൽ തന്നെ ഇതിന് പ്രാർത്ഥന എന്ന് പറയില്ല. അതിനാൽ സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസക്ക് ഇത് തെളിവാക്കാവതല്ല. പിന്നീട് അത് 94 എന്ന എൻ്റെ ഓർമ്മ പുസ്തകമായി പുറത്തിറങ്ങി. ആ പുസ്തകത്തിലും ഈ ചോദ്യവും മറുപടിയും എടുത്ത് ഉദ്ധരിച്ചു. 2001 ഷാർജ മുഖാമുഖത്തിൽ ഹുസൈൻ സലഫിയോട് ഈ ചോദ്യം വന്നു. അന്ന് ഹുസൈൻ സലഫി പറഞ്ഞു, സ്വഹീഹല്ല, സ്വഹീഹ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല. 2004 മണ്ണാർക്കാട് സംവാദത്തിൽ അലവി സുലൈമാൻ സഖാഫിമാർ ഇത് കൊണ്ടുവന്നു. അപ്പോൾ സക്കരിയ സുലാഹി മറുപടി നൽകി, ഹദീസ് സ്വഹീഹല്ല, സ്വഹീഹ് ആണെങ്കിൽ തന്നെ അഭൗതിക വിളിക്ക് തെളിവല്ല. 2007 അമ്പലക്കടവ് ഫൈസി ഇത് തെളിവായി കൊണ്ടുവന്നു. അന്ന് നമ്മുടെ പല പണ്ഡിതന്മാരും മാറി മാറി ലേഖനം എഴുതി, ഇത് സ്വഹീഹല്ല, ആണെങ്കിൽ തന്നെ തെളിവല്ല. 2009 ജിദ്ദ മുഖാമുഖത്തിലും ജാമിഅയുടെ മുഖാമുഖത്തിലും ഇതേ വിഷയവുമായി ചോദ്യം വന്നു. അന്ന് ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി മറുപടി പറഞ്ഞു, ഇതിൽ ഒരു അഭൗതികതയുമില്ല, ഒരു ശിർക്കുമില്ല, ഒരു അഭൗതിക വിളിക്ക് തെളിവുമില്ല. 2011 ആലപ്പുഴയിൽ നടന്ന ഇസ്തിഖാമ എന്ന പരിപാടിയിലും 2011 തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ നടന്ന മുഖാമുഖത്തിലും 2011 നവംബറിൽ ബഹ്റൈനിൽ നടന്ന മുഖാമുഖത്തിലും ഇതേ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. അന്ന് അനസ് മൗലവിയും അതേപോലെ ആദ്യം പറഞ്ഞ ആറ്റിങ്ങൽ മുഖാമുഖത്തിലും ഈ ഉള്ളവനും അദ്ദേഹത്തിന്റെ കൂടെ മറുപടി നൽകി, സ്വഹീഹ് അല്ല, സ്വഹീഹ് ആണെങ്കിൽ തന്നെ തെളിവല്ല. 2012 ജനുവരിയിൽ ജംഇയ്യത്തുൽ ഉലമയിൽ ഇവിഷയമായി പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടു. ആ പ്രബന്ധത്തിലും പറഞ്ഞു, ഇത് സ്വീകാര്യമാണെങ്കിൽ തന്നെ അല്ലാഹു അല്ലാത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവില്ല. അപ്പോൾ അതുവരെ നാം പറഞ്ഞ ഒരേ മറുപടി, ആ മറുപടിയിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ മറുപടി പറയുകയും ഞാൻ അന്ന് പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ബോധ്യമായി ഞാൻ തൗബ ചെയ്യുന്നു എന്നൊരാൾ പറയുകയും ചെയ്താൽ, ഒരു പക്ഷേ തെറ്റാന്ന് ബോധ്യപ്പെടാൻ മാത്രം വല്ല പ്രമാണവും കിട്ടി എന്ന് പറയണം. അങ്ങനെ പ്രമാണമുണ്ടെങ്കിൽ ആ പ്രമാണം സ്വാഭാവികമായി നമ്മുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയും എല്ലാവർക്കും ഒന്നിച്ച് ആ പ്രമാണത്തിലേക്ക് മടങ്ങുകയും ഇതുവരെ പറഞ്ഞ മറുപടികളെല്ലാം എല്ലാവർക്കും തിരുത്തുകയും ചെയ്യാമായിരുന്നു. പക്ഷെ ആ പ്രമാണം ഇതുവരെയും ആരും ഉദ്ധരിച്ചു കാണുന്നില്ല. കേവല ന്യായങ്ങളാണ് നിരത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രമാണങ്ങൾക്കപ്പുറം മറ്റു വല്ല താല്പര്യങ്ങളുമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിശദമായി മനസ്സിലാക്കാൻ ഈ ലക്കമിറങ്ങിയ പുതിയ ഇസ്ലാഹി മാസികയുണ്ട്. അത് വായിച്ചാൽ ഒന്നുകൂടെ വ്യക്തമാകും ആ വിഷയം. ലാസ്റ്റ് ചോദ്യമാണ്. അല്ല, നിങ്ങൾ ചോദിച്ചോളൂ, കുഴപ്പമില്ല, ചോദിച്ചോളൂ. ഞാൻ ഇവിടെ നമ്മൾ നടക്കുമ്പോഴൊക്കെ മറ്റുള്ള പോയിക്കോട്ടെ. അതാ ശരി. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു KJU നിങ്ങൾ അംഗീകരിച്ചില്ല. ഞങ്ങൾക്കൊരു കടലാസും ലെറ്റർ ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് പറയണേ. ഞങ്ങളെ നേതാക്കന്മാരുമായി ഇപ്പോൾ സംസാരിച്ചു. നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാർ സംസാരിച്ചപ്പോൾ വ്യക്തിപരമായിട്ട് സംവാദത്തിന് താല്പര്യമില്ല പറഞ്ഞു. കാരണം എന്താ അറിയോ, ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, നേരത്തെ മറ്റൊരാൾ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എൻ്റെ സ്വന്തം അഭിപ്രായം, എൻ്റെ അഭിപ്രായത്തിൽ ശിർക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ അത് ഒരു ആധികാരികത ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എത്രയോ കാലമായിട്ട് പ്രസംഗിക്കുന്നതും സംവാദത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു അഭിപ്രായം ഉണ്ടോ, നിങ്ങൾക്ക് കൽപ്പിക്കുന്നല്ല, അല്ല അങ്ങനെ ഒരു ക്രോസ് ചെയ്യരുതേന്ന്. അതായത് നിങ്ങളൊരു ജംഇയ്യത്തുൽ ഉലമ, നിങ്ങൾ പുറത്താണ്, സംഘടന പുറത്താണ് ഇപ്പൊ നിലവിൽ. അത് നിങ്ങൾ നല്ല പറഞ്ഞത്, കുറച്ച് ആൾക്കാർ പുറത്താണല്ലോ. താങ്കളെ ഇവിടെ ഈ പ്രോഗ്രാമിന് കൊണ്ടുവന്ന ഇതിന്റെ സ്വാഗത സംഘത്തിലെ ഭൂരിപക്ഷ ആൾക്കാരും പുറത്താണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ KJU ഓൾ കേരള KJU ഏതോ ആയിക്കോട്ടെ, ഇറ്റ് മേ ബി, അത് അങ്ങനെ സംഘടന ഉണ്ടാക്കിയിട്ടോ ലെറ്റർ പേഡ് ഉണ്ടാക്കിയിട്ട് തരികയാണെങ്കിൽ അതിനൊരു ആധികാരികത ഉണ്ട്. അങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചോ ഇനി കരുവട്ട മഹലിൽ വെച്ചിട്ടോ എവിടെ വെച്ചിട്ട് നമുക്ക് സംവാദം നടത്താൻ വളരെ സന്തോഷമേ ഉള്ളൂ. നല്ല നിലക്ക് സംവാദം നടത്താൻ തയ്യാറാണെന്ന് നമ്മുടെ നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. ആ ലെറ്റർ പേഡ് സീലും നിങ്ങൾക്ക് KJU എന്നുള്ള പ്രശ്നമാണെങ്കിൽ നമുക്ക് വേറെ നിലവിൽ രജിസ്റ്റേർഡ് സംഘടന ഉണ്ടല്ലോ, ഔദ്യോഗികം അല്ലെങ്കിലും മർക്കസ് ദഅ്വ ഉപയോഗിക്കാന്നുള്ള ഇതുണ്ട്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഒരു സംഘടനയുടെ ലേബലിൽ നിങ്ങൾ വരികയാണെങ്കിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു ചോദ്യം പറയും, ഇത് നിങ്ങൾ മറുപടി പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുക. അതായത് ഈ അഭൗതികം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം കുറച്ച് ദൂരെയാണെന്നുള്ള അമേരിക്ക എന്ന് പറയാറുണ്ട് നമ്മൾ. അമേരിക്കയിലുള്ള ഒരാളോട് ഇവിടെ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താതെ ഒരാൾ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ ഈ വിളിക്കുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹം അഭൗതികമാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഷിർക്കല്ലേ? അപ്പോൾ ആ രൂപത്തിൽ വരികയാണെങ്കിൽ ഈ ജിന്നിനോടുള്ള സഹായത്തോട്ടും
ഞാൻ അമേരിക്കയിലുള്ള എൻ്റെ പെങ്ങളെ മകനോട് ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് പിന്നെ സഹായിക്കൂ എന്ന് വിളിക്കുന്നതും തുല്യമല്ലേ? ജിന്നിനോടുള്ള സഹായം ആവശ്യപ്പെടാൻ ഷിർക്കാക്കാൻ അമേരിക്കയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് ഇവിടുന്ന് ചോദിച്ചാലും ഷിർക്കായത് ഷിർക്ക് തന്നെയാണ്. ഷിർക്കായത് ഷിർക്ക് തന്നെ. അത് നേരെ മുമ്പുള്ള ജിന്നിനോടാണെങ്കിലും നേരെ മുന്നിൽ വന്നു നിന്ന ജിന്നിനോടാണെങ്കിലും സഹായത്തേട്ടം ഷിർക്ക് തന്നെയാണ്, സംശയമില്ല. അത് നമ്മൾ അമേരിക്കയിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊന്ന്, നേരത്തെ വിശദമായി പറഞ്ഞതാണ് നമ്മുടെ സംവാദത്തിൻ്റെ വിഷയം. ആ ചോദ്യത്തിൽ KJU നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നത് പിന്നെ കേൾക്കുമ്പോൾ പല ആൾക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും. അപ്പോൾ KJU അംഗീകരിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, മടവൂരി KJU അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പ്രത്യേകം കൂട്ടി പറയണം. മറ്റത് KJU ഇവിടെ ഔദ്യോഗികം പറയുന്നുണ്ട്. മടവൂരികളുടെ KJU എന്ന ലെറ്റർ പേഡിൽ എഴുത്ത് വന്നപ്പോൾ ആ എഴുത്ത് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനാണ് ഞാൻ എന്ത് പറഞ്ഞത്, അതിന് KJU ആയി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിന് മറുപടി കൊടുക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, സംവാദം നമുക്ക് സിഹിർ, കണ്ണേർ തുടങ്ങിയ ഏത് വിഷയമാകട്ടെ, സംവാദമല്ലേ വേണ്ടത്, വിഷയം പഠിക്കാനല്ലേ ആവശ്യം. അവിടെ ഞാൻ പറഞ്ഞു, വ്യക്തിപരമായിട്ടാണോ ഞാൻ തയ്യാറാണ്, ഇനി അതല്ല സംഘടനാപരമായിട്ടാണോ, അതിനാണ് ഞാൻ പ്രത്യേകം റഷീദിനോട് ചോദിച്ചിട്ട് തന്നെ പറഞ്ഞത്, ഇവിടെയുള്ള സംവിധാനങ്ങളുണ്ട്, ഇവിടെ മഹല്ല് കമ്മിറ്റിയുണ്ട്, ഇവിടെ പള്ളി കമ്മിറ്റിയുണ്ട്, ഇവിടെ പ്രാദേശിക സംവിധാനമുണ്ട്, ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്യാവുന്നത്. പിന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞത് നിങ്ങൾ KJU ലെറ്റർ പേഡ് ഉണ്ടാക്കി കൊണ്ടുവരണ്ട, അത് ലെറ്റർ പേഡ് ഉണ്ടാക്കണ പണി നമുക്കില്ലല്ലോ. അങ്ങനെ ഒരു ലെറ്റർ പേഡ് ഉണ്ടാക്കി ഞാനും KJU ആണ്, ഇദ്ദേഹം KJU ആണ്, മറ്റാളും KJU ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ KJU നെരുമലുണ്ടോ? അതേസമയം ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു, നിങ്ങൾ KNM എന്ന സംസ്ഥാന കമ്മിറ്റിയുമായിട്ടാണോ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ചോദ്യം അങ്ങോട്ട് കൊടുക്കണം. കാരണം ഞാൻ KNM സംസ്ഥാന സെക്രട്ടറി അല്ല. അതുകൊണ്ട് ഈ ചോദ്യം അങ്ങോട്ട് കൊടുക്കണം. അതല്ല, ഈ പ്രദേശത്ത് നമുക്ക് ഒരു ലെറ്റർ പേഡ് ഒക്കെ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് സംഘടന ഉണ്ടാക്കിയിട്ട് വേണമെന്നാണോ? ഇവിടെ ഇപ്പോൾ ഇത് സംഘടിപ്പിച്ചതാരാ? ഇതൊരു സ്വാഗത സംഘം. ഈ സ്വാഗത സംഘമാണോ? റെഡിയാണ്. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇവിടെ സ്വാഗത സംഘമാണ്. ഈ സ്വാഗത സംഘമാണോ നടത്തേണ്ടത്? റെഡിയാണ്. ഇനി ആ ഒരു MSM ആണോ? ആ MSMന്റെ ആളോട് ചോദിക്കൂ, അവരോട് ചോദിക്കൂ, കുഴപ്പമില്ല, ഞാൻ MSM അല്ലല്ലോ. ആ MSMന്റെ ടീമിനോട് ചോദിക്കൂ, നിങ്ങൾ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താം, ഒരു റെഡിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഈ പരിപാടി സംഘടിപ്പിച്ച ഒരു സ്വാഗത സംഘമുണ്ട് ഇവിടെ, ആ സ്വാഗത സംഘമാണോ നടത്തേണ്ടത്? അവർ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ കൂടെ എല്ലാവർക്കും കൂടാം. ഞാനൊരു ഭാഗത്തിരിക്കുന്നു, മറുഭാഗത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന ആരാണോ അയാളിരിക്കുന്നു. ഈ നാട്ടുകാരൻ മുഴുവൻ കേൾക്കട്ടെ, എല്ലാവരും പങ്കെടുക്കട്ടെ, നമുക്ക് നടത്താമല്ലോ. എന്തിനാണ് നിങ്ങൾ അയിമ ഒരു ലെറ്റർപ്പേഡിൻ്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് രക്ഷപ്പെടാൻ നോക്കണത്? അപ്പം നേതാക്കന്മാരുമായി സംസാരിച്ചു, പക്ഷെ വ്യക്തിപരമായിട്ടൊക്കെ തയ്യാറില്ല. വ്യക്തിപരമായി പറഞ്ഞാലും അല്ലാതെ പറഞ്ഞാലും പറയാനുള്ളത് ഒന്നിനല്ലേ, എങ്ങനെ പറഞ്ഞാലും പറയാനുള്ളത് ഒന്നാണല്ലോ. ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ആണല്ലോ സംസാരം. അല്ലാതെ എനിക്കെത്ര മക്കളുണ്ട്, എനിക്കെത്ര ഭാര്യമാരുണ്ട്, ഇതല്ലല്ലോ ചർച്ച. ഇവിടെ ഖുർആനും സുന്നത്തും അനുസരിച്ചാണല്ലോ സംസാരം. ആ പ്രമാണം ബേസ് ചെയ്ത് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ഈ സിഹിറിന് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ, കണ്ണീറിന് യാഥാർത്ഥ്യമുണ്ടോ ഇല്ലേ, അതേപോലെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഹദീസ് അതിനെ മാത്രം ശിർക്കുണ്ടോ ഇല്ലേ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? നമുക്ക് നടത്താം. ഞാൻ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞു റെഡിയാണ് എന്ന്. അതുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച സ്വാഗത സംഘം ഇപ്പോഴേ തയ്യാറാണ് എന്ന് നേരത്തെ അതിൻ്റെ പ്രതിനിധിയായി റഷീദ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമുക്കത് ഏറ്റെടുക്കുന്നു. ഇനി അതല്ല, ഇവരുടെ പ്രാദേശികമായ രജിസ്റ്റർ ചെയ്ത സംഘടനകൾ ഉണ്ട്, അതിൻ്റെ ആളുകളുമായി സംസാരിച്ച് അവർ തയ്യാറാണോ? നമുക്ക് നടത്താം. അവർ സംസാരിക്കാൻ എന്നെയാണോ വിളിക്കുന്നത്? ഞാൻ വരാം. മറ്റിപ്പോൾ ഇവിടുത്തെ വാടക കമ്മിറ്റി റെഡി ആവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇവിടുത്തെ KNM കമ്മിറ്റി, ഇവിടുത്തെ ISM കമ്മിറ്റി റെഡി ആണോ അല്ലേ എനിക്ക് പറയാൻ കഴിയുമോ? അതേസമയം അവർ തയ്യാറാവുകയും എന്നെ അതിന് വിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ വരാൻ റെഡിയാണ്, സംശയമൊന്നുമില്ല. ഇനി അതൊന്നുമല്ല, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല, നമുക്കൊന്നിച്ച് സംസാരിക്കാമെന്നാണോ? എപ്പോഴോ തയ്യാറുമാണ്. ഇനി എൻ്റെ ലെറ്റർ പേഡ് മതിയോ? റെഡിയാണ്, ഒരു കുഴപ്പമില്ല, സീലും വെച്ച് എൻ്റെ ലെറ്റർ പേഡ് ഒപ്പിട്ടാണ് തരാം. അത് വേണോ? അങ്ങനെയുമാകാം. ഇനി നമ്മളൊക്കെപ്പാടെ കൂടിയിട്ട്, നിങ്ങൾ പറയുന്ന ആളുകളും ഞങ്ങളും ഒക്കെപ്പാടെ കൂടി നമ്മൾ സംഘടന ഉണ്ടാക്കുക, എന്നിട്ട് കൊണ്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളും ഞങ്ങളും അംഗങ്ങളായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ജിന്ന് സിഹിർ കണ്ണേറ് സംവാദ കമ്മിറ്റി, ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. അത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാം.
എന്നിട്ട് അതിന് ലെറ്റർ പോലെ അടിക്കുക, അതിന് സീലും ഉണ്ടാക്കുക, എന്നിട്ട് ആ സീൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നില്ല, ആ ചർച്ച നടത്തുക. ഇനി ഇവിടുത്തെ പ്രാദേശിക KNM തയ്യാറാണോ എന്ന് പോലോട് ചോദിക്കാം, ഇവിടുത്തെ പള്ളി കമ്മിറ്റി തയ്യാറാണോ അവരോട് ചോദിക്കാം, ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി തയ്യാറാണോ അവരോട് ചോദിക്കാം. അതപ്പോൾ എനിക്ക് പറയാൻ പറ്റിയ ഒരു ഏരിയ അല്ലല്ലോ. അവർ തയ്യാറാവുകയും എന്നെ വിളിക്കുകയും ചെയ്യുകയാണെങ്കിൽ 100% അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് അബ്ദുസ്സലാം സുലൈമി വന്നാലും ഞാൻ താഴെ ആര് വന്നാലും ശരി ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു സംശയം, വളരെ സന്തോഷം. പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് അതൊന്ന് സംഘടിപ്പിക്കണം. എങ്ങനെയെങ്കിലും ഇടപെട്ടിട്ട് അതില്ലാതാക്കരുത്, അത് ഉണ്ടാക്കാനുള്ള പണി നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കണം എന്ന് കൂടി ഒരു അഭ്യർത്ഥനയാണ്. കാരണം കുറേ കാലമായി നമുക്കൊന്നിട്ട് പുതിയ ചെറുക്കണേ, ഇതൊന്ന് നടന്നു കിട്ടിയാൽ എന്തറിയോ, ഞാൻ ശ്രദ്ധിക്കട്ടെ, ഇതൊന്ന് നടന്നു കിട്ടിയാൽ മടവൂരികളുമായിട്ടായാലും വേണ്ടില്ല, ഈ വിഷയത്തിൽ ഒരു സംവാദം നടന്നു കിട്ടിയാൽ അതിൽ നിന്ന് പിന്നെ വിഷയങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയ വേറെയും കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഓൽക്കും അത് ഫലപ്പെടും. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ വിഷയത്തിൽ നമുക്ക് ചർച്ച സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞോ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. ഇനി ആർക്കും വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞോ? ആർക്കില്ലല്ലോ? പിന്നെ ഇങ്ങനെ ആളിറങ്ങിയിട്ട് എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ സമയം കിട്ടില്ല എന്ന് പറയരുത്. കഴിഞ്ഞില്ലേ? എല്ലാവരും കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാ. അപ്പം ഏതായിരുന്നാലും അൽഹംദുലില്ലാ, നമ്മൾ ഏകദേശം 4-5 മണിക്കൂർ ദീനിയായ ഒരു സംസാരത്തിലായിരുന്നു. ആ സംസാരം ഖൈറായി എന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല അവൻ്റെ ദീനിന് വേണ്ടി ഇനിയും കൂടുതൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം എന്ന വസിയത്തോടു കൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.